സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാക്ക് ആൻഡ് ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റാക്കും ക്യൂ എന്ന് പറയുന്ന രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സും ആ രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സും അറേ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും സ്റ്റാക്കും അല്ലെങ്കിൽ ക്യൂവും എന്ന് പറയുന്ന രണ്ട് അബ്സ്ട്രാക്റ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതായത് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ സ്റ്റാക്കിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഓരോ നോഡിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അടുത്ത നോഡിലേക്കുള്ള ഒരൊറ്റ ലിങ്ക് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും അവർ ഗ്രോ ചെയ്ത് പോവുക. സോ ഇപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്ക് ആൻഡ് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അറേയുടെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അറേയിൽ നമ്മളുടെ ഇഷ്ടാനുസരണം ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യുന്നതിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൽ ഡൈനാമിക്കായിട്ട് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ലിങ്ക് ലിസ്റ്റിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മെമ്മറി കറക്റ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്കറിയാം ഒരു ഡേറ്റ പാർട്ടും ഉണ്ടാവും, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടാവും. സോ സ്റ്റാക്കായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റ ഫീൽഡ് കണ്ടെയ്ൻ ചെയ്യുന്നത് ആ സ്റ്റാക്കിലുള്ള ഡേറ്റയും ലിങ്ക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നത് ആ സ്റ്റാക്കിൻ്റെ അടുത്ത എലമെൻറ്റിനെയും ആയിരിക്കും. ഓക്കെ, അപ്പം സ്റ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിലൂടെ മാത്രം ഡേറ്റയെ ഇൻസേർഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു എൻഡിലൂടെ മാത്രമായിരിക്കും ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിലൂടെ മാത്രമായിരിക്കും നമുക്ക് പുതിയ ഡേറ്റയെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് സ്റ്റാക്കിൽ പുഷും പോപ്പ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു എൻഡിൽ, അതായത് ഫ്രണ്ടിലേക്ക് എന്താണ് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനാണ് എന്തിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, സ്റ്റാക്കിൻ്റെ പുഷ് ഓപ്പറേഷൻ ഇക്വലൻ്റ് ആയിട്ട് പറയുന്നത്. ദെൻ പോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടോപ്പിലുള്ള ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്റ്റാക്കിൽ നോർമലി നമ്മൾ പറയുന്നത്. സ്റ്റാക്ക് ടോപ്പിൽ ആരാണോ ഉള്ളത് ആ സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഐറ്റം ആരാണോ അതിനെ റിമൂവ് ചെയ്യുക, ദെൻ ടോപ്പിന് നമ്മൾ അടുത്ത ഇതിലേക്ക് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ മുന്നേ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് ഹെഡ് എന്ന് പറയുന്നൊരു പോയിന്ററിലുണ്ട്. ദെൻ സ്റ്റാക്കായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്കിൽ എന്താണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ ഇവിടെ ടോപ്പ് ആരെയായിരിക്കും പോയിന്റ് ചെയ്യുക, ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ കറൻ്റ്ലി ഇൻസേർട്ട് ചെയ്ത ആ ഒരു ഡേറ്റേനെ ആയിരിക്കും അത് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ ടോപ്പ് ആരെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡേറ്റേനെ ആയിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പുഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഡേറ്റേനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുക, നോർമലി നമ്മൾ സ്റ്റാക്കിൽ ചെയ്തിരുന്ന സ്റ്റാക്ക് എം ഡി ആണോ, സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് നോക്കും. സ്റ്റാക്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഇൻസേർഷൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഫുൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വരുന്നില്ല. കാരണം എന്താണ്, ഡൈനാമിക് ആയിട്ടാണ് മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു ഫിക്സഡ് മെമ്മറി നമ്മൾ പറയുന്നില്ല. സോ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ, ഇല്ല. ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളൊരു പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിന് ഞാൻ കൊടുക്കുന്ന പേരാണ് ടെമ്പ്. അതിലേക്ക് ഞാൻ ഡേറ്റ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെമ്പിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളായിരിക്കും. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിൻ്റെ
ടോപ്പിലേക്കാണ് ഈ പുതിയ നോഡിനെ എനിക്ക് അപ്പൻഡ് ചെയ്യേണ്ടുള്ളത്. സോ ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലാണ്? ഹെഡിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഇത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്, ആ ഒരു ഓപ്പറേഷന് ഇക്വലൻ്റ് ആണ് നമുക്കിവിടെ പുഷ് ഓപ്പറേഷൻ. അപ്പോൾ പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ആർക്ക് കൊടുക്കുന്നു? ഹെഡിനെ ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എന്താണ് ഹെഡിൻ്റെ വാല്യൂ എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി ഹെഡ് ആരെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാല്യൂ നമ്മൾ എന്തിന് കൊടുക്കുന്നു? ടെമ്പിൻ്റെ ലിങ്കിലേക്ക് കൊടുക്കുന്നു. സോ ഈ നള്ളെന്നുള്ളത് മാറിയിട്ട് ഇവിടെ എന്താവും? ഈ ഒരു കണക്ഷൻ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. ദെൻ അടുത്ത എന്താണ്? ഇനി അടുത്ത ഹെഡ് പോയിന്റ് ചെയ്യേണ്ടുള്ളത് ടെമ്പിനെയാണ്. സോ ഈ രീതിയിലാണ്, ഇതാണ് അവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഓപ്പറേഷൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ഐറ്റവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണം. അപ്പോൾ ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ അഡ്രസ്സ്, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? ഹെഡ് എന്ന് പറയുന്ന നോഡിൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നും നമ്മൾ ആ അഡ്രസ്സ് ഇപ്പോഴത്തെ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ ലിങ്ക് പാർട്ടിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പുതിയ ഹെഡായിട്ട് പുതിയ ഹെഡിനകത്തേക്ക്, അല്ലെങ്കിൽ ഹെഡിനകത്ത് ഇനി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സായിരിക്കും. സോ ഇതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൽഗോരിതം നോക്കാം. അപ്പോൾ സ്റ്റാക്ക് യൂസിങ് ലിങ്ക് ലിസ്റ്റിൻ്റെ പുഷിൻ്റെ അൽഗോരിതമാണ് പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം. സോ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുക? പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് എനിക്ക് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടുള്ള ഡേറ്റ. അപ്പോൾ അതിന് വേണ്ടി പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് ടെമ്പ് എന്നുള്ള പേര് വിളിച്ചു. ദെൻ ടെമ്പ് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സോ മെമ്മറി അണ്ടർഫ്ലോ ഇൻസേർഷൻ പോസിബിൾ അല്ല. അതല്ല, ടെമ്പിൻ്റെ വാല്യൂ നോട്ട് നൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യുക. ദെൻ ടെമ്പിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന ഹെഡിൽ ഇപ്പോൾ ഇരിക്കുന്ന അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് എടുത്തിട്ട് ടെമ്പിൻ്റെ ലിങ്കിലേക്ക് വെക്കുക. ദെൻ ഹെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് എന്താണോ അതെടുത്ത് വെക്കുക. അപ്പോൾ ഇനി മുതൽ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത ആ ഡേറ്റയുടെ അഡ്രസ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് പോയിന്റ് ചെയ്യുന്ന ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത ഡേറ്റയിലേക്കായിരിക്കും. സോ ഇതാണ് പുഷിൻ്റെ അൽഗോരിതം. സിമിലർലി പോപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പോപ്പ് ചെയ്യുക മീൻസ് ഫ്രണ്ട് ഓഫ് ദ ലിസ്റ്റിൽ നിന്നും ഒരെണ്ണത്തിന് റിമൂവ് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും പോപ്പ് ചെയ്യുമ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരു ഐറ്റത്തിനെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലെന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഐറ്റം ഏതാണോ ആ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റിൽ നിന്നുള്ള ആ ഒരു ഐറ്റത്തിനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വരിക. സോ അപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ 3 നോഡുകളാണ്, ഇപ്പം എൻ്റെ സ്റ്റാക്കിൽ 3 ഡേറ്റയാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് 3 ഡേറ്റയാണ് ഇരിക്കുന്ന. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? ഹെഡിൻ്റെ കയ്യിലുണ്ട്. സോ എന്ത് ചെയ്യുക? ഹെഡ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ നോട്ട്സ് അല്ലേ, ലിസ്റ്റിൽ ഒരു ഐറ്റവും ഇല്ല എന്നുള്ളതാണ് ഹെഡ് ഈക്വൽ ടു നൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ ഹെഡ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാണോ ആ ഡേറ്റേനെയാണ് നമ്മൾ, ആ നോഡിലുള്ള ഡേറ്റയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സോ ഡിലീറ്റഡ് എലമെൻ്റ് ആയിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്യുക? ഹെഡ് ഡോട്ട് ഡേറ്റ. ദെൻ ഹെഡിനെ ഇനി പോയിന്റ് ചെയ്യേണ്ടുള്ള എങ്ങോട്ടേക്കാണ്? ഈ ഒരു നോഡിനെ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ ഹെഡിൻ്റെ ഈ ലിങ്ക് മാറിയിട്ട് അടുത്ത ലിങ്കിലേക്ക് പോകണം, അടുത്ത നോഡിലേക്ക് പോകണം. സോ ഈ നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആ നോഡിൻ്റെ കയ്യിൽ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അതായത് ഇപ്പം ഹെഡിൻ്റെ ലിങ്കിലിരിക്കുന്ന അഡ്രസ്സ് അതെന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യുക? ഹെഡിൻ്റെ പുതിയ വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ അതാണ് ഇവിടെ ചെയ്തത്. ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് ലിങ്ക്. ഹെഡിൻ്റെ ലിങ്കിലിരിക്കുന്ന അഡ്രസ്സ് എന്താണോ അതായി ഹെഡിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഈ കണക്ഷൻ കട്ടാവും. ഹെഡിനെ അടുത്തതായിട്ട് പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഈ ഒരു നോഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാക്ക് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് നോക്കാനുള്ളത് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യൂ. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനെ എങ്ങനെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്യൂവിനെ കുറിച്ച് നമുക്കറിയാം. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡിലൂടെ നമുക്ക് ഇൻസേർഷനും മറ്റൊരു എൻഡിലൂടെ ഡിലീഷനുമാണ് നടക്കുന്നത്. അപ്പോൾ ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അറേയുടെ അറേസ് ഉപയോഗിച്ചിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണോ അതൊക്കെ ഓവർകം ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടൊരു ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്നത്.
ദെൻ ലിങ്ക് ലിസ്റ്റിൽ ഡേറ്റ ഫീൽഡിൽ എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് ക്യൂ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അടുത്ത എലമെൻറ്റിലേക്കായിരിക്കും, അടുത്ത നോഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യൂവിൻ്റെ ഇൻസേർഷൻ നടക്കുന്നതെന്ന് പറയുമ്പോൾ എവിടേക്കായിരിക്കും? റെയർ എൻഡിലേക്കായിരിക്കും. ദെൻ ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിലേക്കായിരിക്കും. അതായത് ഇത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യൂവിൻ്റെ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എൻ ക്യൂ ചെയ്യുക മീൻസ് എൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എൻ ക്യൂ ചെയ്യുന്നതെങ്കിൽ എൻ ക്യൂ ഈസ് ജസ്റ്റ് ഇക്വലൻ ടു ആഡിങ് എ ന്യൂ നോഡ് ടു ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് അല്ലേ? ഇതിൽ ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ ഏറ്റവും എൻഡിലേക്ക് ഒരു പുതിയ നോഡിനെ ആഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ, അതിൻ്റെ അൽഗോരിതം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ സെയിം അൽഗോരിതം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെയറിലേക്ക് പുതിയൊരു ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നു. എൻ ക്യൂ എന്ന് പറയുമ്പോൾ റെയറിലേക്ക് പുതിയ ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നു. സോ അത് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദി ലിസ്റ്റ് വരെ നോക്കുക, അതിനുശേഷം പുതിയൊരെണ്ണത്തിനെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ വാട്ട് അബൌട്ട് ഡി ക്യൂ ഓപ്പറേഷൻ എങ്ങനെ ആയിരിക്കും? ഫ്രണ്ടിലുള്ള ഒരെണ്ണത്തിന് റിമൂവ് ചെയ്യുക. അതായത് ബിഗിനിങ് ഓഫ് ദി ലിസ്റ്റിൽ ആരാണോ നോഡുള്ളത് ആ നോഡിനെ റിമൂവ് ചെയ്യുക. സോ അപ്പം ഇതിൻ്റെ അൽഗോരിതം ആക്ച്വലി നിങ്ങൾ സിംഗിളി ലിങ്ക് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ച സമയത്ത് എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ അൽഗോരിതം തന്നെയാണ് നമ്മൾ ഇവിടെയും യൂട്ടിലൈസ് ചെയ്യുന്നത്, പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. ദെൻ ട്രാവേഴ്സ് ചെയ്യുന്നതിന് അറിയാം നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്, ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? ഹെഡ് ഉണ്ട്. അപ്പോൾ ആ ഹെഡിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ ഞാൻ പി ടി ആർ എന്ന് പറയുന്ന ഒരു പോയിന്ററിലേക്ക് എടുത്തു വെച്ചു. ദെൻ പി ടി ആർ ഡോട്ട് ലിങ്ക് എന്ന് പറയുന്നത് നള്ളാവുന്നത് വരേക്കും എന്ത് ചെയ്യുന്നു? ഓരോരോ നോഡുകളായിട്ട് ട്രാവേഴ്സ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് നോഡ് വരെ വരാം. ഓക്കെ, അപ്പോൾ എൻ ക്യൂ എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടുന്ന എന്താണ്? ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡ് വരെ എത്തുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ റെയർ പോയിന്റർ എന്ന് പറയുന്ന എന്താണ്? ഇവിടെയാണ് കറൻ്റ്ലി റെയർ പോയിന്റ് ചെയ്യുന്നത് അല്ലേ? ക്യൂ എന്ന് പറയുമ്പോൾ റെയർ പോയിന്റ് ചെയ്യുന്ന ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡേറ്റയിലായിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വന്നു, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിൻ്റെ ഇപ്പോൾ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ ആണ് എവിടെ വരെ വന്നത്? ഈ ലാസ്റ്റ് നോഡ് വരെ വന്ന് നിൽക്കുന്നത്. ദെൻ ആ പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് എന്തിനെ അസൈൻ ചെയ്യുന്നു? ടെമ്പിനെ അസൈൻ ചെയ്യുന്നു. ദെൻ ടെമ്പിൻ്റെ ഡേറ്റ ഡേറ്റ ആയിട്ട് വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. സോ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച അൽഗോരിതമാണ്. ഇൻസേർഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു അൽഗോരിതം തന്നെയാണ് നമ്മൾ എൻ ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഡി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രണ്ടിൽ നിന്ന് ഒരെണ്ണം റിമൂവ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഹെഡ് നള്ളാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്ന ഡേറ്റയെ റിമൂവ് ചെയ്യുന്നു, ദെൻ ഹെഡിനെ അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ പോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ലിങ്ക് ലിസ്റ്റ് സ്റ്റാക്കിനെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ക്യൂവിനെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിലെ പോപ്പും എൻ ക്യൂവും ഡി ക്യൂ ഓപ്പറേഷനും എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ്. സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാക്ക് ആൻഡ് ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.